വൈകുന്നേരത്തോടുകൂടി വെള്ളം എത്തിക്കാൻ കഴിയുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അപ്പോഴും വെള്ളത്തിന്റെ ഗുരുതരമായ പ്രതിസന്ധിയാണ്. അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നത് വട്ടിയൂർക്കാവിൽ വീട്ടിൽ നിന്നാണ്. ഉമേഷ് ബാലകൃഷ്ണൻ കരമനയിൽ നിന്നും നമുക്കൊപ്പം ചേരും. റോഷിപാൽ കാലടി നെടുങ്കാടിൽ സോമൻ നഗറിൽ നിന്നും തത്സമയം ചേരും. ആദ്യം അരുൺ സോളമനിലേക്ക്. അരുൺ സോളമൻ, വട്ടിയൂർക്കാവ് എങ്ങനെയാണ്? ജലമില്ലാത്തത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടോ? വെള്ളക്ഷാമം? അരുൺ, തീർച്ചയായിട്ടും ഇവിടെ 4 ദിവസമായി വട്ടിയൂർക്കാവ് മേഖലകളിൽ വെള്ളം കിട്ടാത്തൊരവസ്ഥയിലാണ്. ഞാനിപ്പോഴുള്ളത് വട്ടിയൂർക്കാവ് നെട്ടയം വാർഡിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ 7ഓളം പേരാണ് ഈ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത്. ഇവിടെ 4 ദിവസമായി വെള്ളം കിട്ടുന്നില്ല. ഇവിടെ കുട്ടികളടക്കമുള്ളവരുണ്ട്. ഇവർക്ക് സ്കൂളിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇവരുടെ തൊഴിൽ പോലും ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഇവരിപ്പോൾ പങ്കുവെക്കുന്നത്. ഈ മേഖലയിൽ ഇപ്പോൾ ആകെയുള്ളത് ഒരു വീട്ടിൽ മാത്രമാണ് കിണറുള്ളത്. ആ വീട്ടിലെ ഒരു കിണറിനെ മാത്രം ആശ്രയിച്ചാണ് ഈ ഏരിയയിലുള്ള ആൾക്കാർ മൊത്തം താമസിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ഒരു ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ കാണാം, ഈ വീടിന് തൊട്ടപ്പുറത്തെ വീട്ടിലാണ് ഈ കിണറുള്ളത്. ഈ ആകെയുള്ള ഈ ഏരിയയിലെ ഈ കിണറിൽ നിന്നാണ് ഈ തൊട്ടടുത്തുള്ള ആൾക്കാരെല്ലാം ഇപ്പോൾ വെള്ളത്തെ ആശ്രയിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു മതിലുണ്ട്. ഈ മതിലിൽ നിന്നും അവിടെ നിന്ന് ഒരാൾ നിന്ന് വെള്ളം കോരി ഈ ബക്കറ്റിൽ അവിടെ നിന്ന് ഒഴിച്ച് ഇപ്പുറത്താണ് ഇവരെടുക്കുന്നത്. ഇത്തരത്തിൽ വലിയൊരു ബുദ്ധിമുട്ട് ഇവരിപ്പോൾ നേരിടുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനമായും പങ്കുവെക്കുന്നത്. പ്രധാനമായും ഇവരിപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളികൾ കൂടിയാണ്. ഇവർ മത്സ്യം വിറ്റ് ഉപജീവനം ജീവിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം തീർച്ചയായിട്ടും അവർക്ക് വേണം. പക്ഷേ ഈ ഒരു ജലപ്രതിസന്ധി വന്നതുകൊണ്ട് തന്നെ ഇവർക്കിപ്പോൾ തൊഴിലെടുക്കാനും പറ്റാത്തൊരു അവസ്ഥയുണ്ട്. നമുക്ക് എന്തായാലും ഇവരുടെ ഒരു പ്രതികരണത്തിലേക്ക് പോയി നോക്കാം. ചേട്ടാ, എത്ര ദിവസമായി വെള്ളം കിട്ടാതെ? 4 ദിവസമായി. 4 ദിവസം കൊണ്ട് വെള്ളമില്ല. നമ്മൾ കുപ്പിവെള്ളം വാങ്ങിച്ചാണ് കഞ്ഞി കഴിക്കുന്നത്. പിന്നെ റേഷൻ കടയിൽ നിന്നാണ് കുപ്പിവെള്ളം വാങ്ങിക്കുന്നത്. അവിടെ വില കുറവുള്ളതിനുണ്ട് അവിടെ നിന്നാണ് വാങ്ങുന്നത്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ടോ? സ്കൂളിൽ ഇപ്പോൾ അവർ പോകുന്നില്ല. കുളിക്കാനൊന്നും നിവൃത്തിയില്ലാത്തതുകൊണ്ട് സ്കൂളിൽ വൃത്തിയായിട്ടൊക്കെയല്ലേ പോകുള്ളൂ, അതിനുകൊണ്ട് പോകുന്നില്ല. കുടുംബത്തിൽ ഇപ്പോൾ എത്ര പേരുള്ള ഇവിടെ? നമ്മളിവിടെ 7 പേരുണ്ട്. ചേട്ടനിപ്പോൾ ഏത് വാർഡിലുള്ള? ഞാൻ തുരുത്തുമൂല വാർഡിലാണ് താമസിക്കുന്നത്. ഈ തൊട്ടപ്പുറത്തെ വീട്ടിൽ. വീട്ടിൽ എത്ര പേരുണ്ട്? 9 പേരുണ്ട്. വീട്ടിൽ 9 പേരുണ്ട്. എത്ര ദിവസമായി അവിടെയും വെള്ളം? അവിടെ 4 ദിവസം കൂടുതലായി വെള്ളം വന്നിട്ട്. ഈ 4 ദിവസമായി. വയസ്സായ ആൾക്കാരും പിള്ളേരൊക്കെ ഉള്ളത്. എങ്ങനെയുണ്ട്? ജലപ്രതിസന്ധി വന്നപ്പോൾ ആരെങ്കിലും സമീപിച്ചിരുന്നോ? കൗൺസിലർ ആരെങ്കിലും വന്നിരുന്നോ? ആരും ഇവിടെ വന്നിട്ടില്ല. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പോലും ഒരാവശ്യത്തിന് നമുക്ക് വെള്ളം എടുക്കാനുള്ള നിവർത്തിയില്ല. ചുമട്ട് വെള്ളം എടുത്ത് നമ്മൾ എത്രയെന്ന് പറഞ്ഞ് ഈ 4 ദിവസം കൊണ്ട് ഒരുപാട് ചുമട്ട് വെള്ളം എടുത്താണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വരെ ഓരോന്നും ഉപയോഗിക്കുന്നത്. കുടിക്കാൻ പോലും വെള്ളമില്ലാതെ നമ്മൾ കുപ്പി വെള്ളം എടുത്താണ് വെള്ളം എടുത്ത് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കഞ്ഞി വെക്കാൻ പോലും ഇല്ല. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പട്ടിണി എടുത്താലും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പട്ടിണി എടുത്താൻ പറ്റില്ലല്ലോ. അവർക്ക് ഇതിൽ നിന്നാണ് വെള്ളം എടുത്ത് നമ്മൾ കഞ്ഞി വെച്ച് കൊടുക്കുന്നത്. ആരും ഇതുവരെ വന്ന് അന്വേഷിച്ചിട്ടില്ല. നിങ്ങൾ എങ്ങനെ വെള്ളം കുടിച്ച് കിടക്കുന്നതെന്നൊന്നും ഒന്നും ഇതുവരെയും കൗൺസിലറോ വാർഡ് മെമ്പറോ ആരും വന്നതുവരെയും ചോദിച്ചിട്ടില്ല. ഞങ്ങളെ ബുദ്ധിമുട്ടൊന്നും അവർക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അവർ ഇലക്ഷൻ വരും വോട്ട് ചോദിക്കും, നമ്മൾ വോട്ട് കൊടുക്കും. അവർ അല്ലെങ്കിൽ ഒന്ന് ചോദിക്കുക, നിങ്ങൾ കുഞ്ഞുങ്ങളും കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്, നിങ്ങൾ എങ്ങനെ വെള്ളം ഉപയോഗിക്കുന്നുണ്ടോ? റോഡ് സൈഡിലെല്ലാം വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങോട്ട് വെള്ളം കൊണ്ട് തരുന്നില്ല. അപ്പോൾ ഞങ്ങൾ മനുഷ്യരല്ലേ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഇവിടെ? വെള്ളം വാങ്ങി എത്രയെന്നും പറഞ്ഞ് വെള്ളം വാങ്ങി പൊടി കുഞ്ഞുങ്ങളെ 1നും 2നും പോകാൻ വെള്ളം ഒരുപാട് ആവശ്യമുള്ള സമയമാണ്. അപ്പോൾ അവർക്ക് സ്കൂളിൽ പോകണം, അവരെ ഒരുക്കി വിടണം, അതിനൊന്നിനും ഞങ്ങൾക്ക് വെള്ളം കിട്ടാറില്ല. ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. അരുൺ, ഇവർ പങ്കുവെക്കുക നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ ഇപ്പോൾ ഒരു കേസ് മിനറൽ വാട്ടർ ഇവിടെ വാങ്ങി വെച്ചിരിക്കുകയാണ്. കുടിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഇവർ മേടിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ ആവശ്യത്തിനൊന്നും ജലമില്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ഇവിടെ പ്രധാനമായും ഈ 2 വാർഡുകൾ തൊട്ടടുത്ത് നമ്മുടെ കേബ് വന്നിറങ്ങുന്ന സ്ഥലത്ത് 2 വാർഡുകളായിട്ട് തിരിയുന്നുണ്ട്. ഒന്ന് നെട്ടയം വാർഡാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നന്ദഭാർഗവ് എന്ന് പറയുന്ന BJPയുടെ കൗൺസിലറിൻ്റെ ഏരിയയാണ്. തൊട്ടപ്പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തുരുത്തിമൂല എന്ന് പറയുന്ന ഒരു വാർഡാണ്. അവിടെ എന്ന് പറയുന്നത് ജയലക്ഷ്മി എന്ന് പറയുന്ന കൗൺസിലറാണ്. 2 കൗൺസിലർമാരും BJP പ്രതിനിധീകരിച്ച് കോർപ്പറേഷനിലുള്ളവരാണ്. പക്ഷേ ഈ 2 കൗൺസിലർമാരും ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായിട്ട് ഈ സമീപത്തോ ഇത്തരത്തിൽ ഈ വീടുകളിലോ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്ക് ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് കൂടി ഒന്ന് പോയി വരാം. ഉമേഷ് ബാലകൃഷ്ണൻ ഉണ്ട്. പൈപ്പ് പണി നടക്കുന്ന സ്ഥലത്താണ് ഉമേഷ് ഉള്ളത്. ഞാൻ ഉമേഷിലേക്ക് വരാം. അതിന് മുമ്പ് ഞാനൊന്ന് കാലടി നെടുങ്കാട് സോമൻ നഗറിലേക്ക് ഒന്ന് പോകാം. അവിടെ റോഷിപാലുണ്ട്. എന്താണ് അവിടുത്തെ വിവരങ്ങളെന്ന് റോഷിപാൽ നമ്മളോട് പറയും. റോഷിപാൽ, എന്താണ് കാലടി നെടുങ്കാടിലുള്ള അവസ്ഥ? വൈകുന്നേരം 6 മണി കഴിയും ആ സ്ഥലത്തേക്കൊക്കെ വെള്ളം എത്താൻ. ഐരാണിമുട്ടത്ത് 5 മണിയോടുകൂടി വെള്ളം എത്തും. അതിനുശേഷം 1 മണിക്കൂറെങ്കിലും എടുക്കും അവിടേക്ക് എത്താൻ വെള്ളം. എന്താണ് അവസ്ഥ റോഷിപാൽ?
അരുൺകുമാർ, 4 ദിവസമായി ഈ ഭാഗങ്ങളിൽ വലിയ കുടിവെള്ള ക്ഷാമമുണ്ട്. അവർക്ക് ആകെയുള്ള ഒരു ആശ്രയം ഒരു പൊതു ടാപ്പാണ്. അവിടെ ചെറിയ രീതിയിൽ വരുന്ന ഈ വെള്ളം മാത്രമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇവർ ഈ ആശ്രയിക്കുന്നത്. ഇതിൽ ഏതാണ്ട് ഈ മേഖലയിലെ മുഴുവൻ വീട്ടുകാരും ഈ പൈപ്പിൻ്റെ അടുത്ത് വന്ന് വെള്ളം ശേഖരിച്ച് വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ വീടുകളിലേക്ക് നേരിട്ടുള്ള കുടിവെള്ളം എത്തുന്ന എല്ലാ പൈപ്പുകളും അത് ഏതാണ്ട് കുടിവെള്ളം ഒഴുകി എത്തുന്ന നിലച്ചിട്ട് ഏതാണ്ട് 4 ദിവസം പിന്നിടുന്നു. ഇവിടെ ഒട്ടേറെ പേരുണ്ട്, അവരുടെയൊക്കെ പ്രതികരണം വേണം. എത്ര ദിവസമായി ചേട്ടാ വെള്ളം വിതരണം മുടങ്ങി? 4ാമത്തെ ദിവസമാണ് വെള്ളം മുടങ്ങിയിട്ട്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഈ പൊതു ടാപ്പ് മാത്രമാണോ ഈ പരിസരത്ത് ഈ പൊതു ടാപ്പ് മാത്രമേ ഉള്ളൂ. രാവിലെ 2 മണി മുതൽ ആളുകാരെല്ലാവരും വരിവരിയായിട്ട് നിന്നാണ് വെള്ളം എടുക്കുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്. വെള്ളം അടിച്ചു തരാൻ പോലും ആരുമില്ല. ഒറ്റയ്ക്ക് 4 ദിവസം കൊണ്ട് കഷ്ടപ്പെടാണ്. ഇതുപോലെ പ്രായമായ അവർക്കൊക്കെ വെള്ളം ഇവിടെ നിന്ന് ബക്കറ്റിൽ കൊണ്ടുപോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ വേറെ ഒരു നിർവാഹവുമില്ല. ചേച്ചി, ഇത് എത്ര വീട്ടുകാരാണ് ഈ പൈപ്പിന് ഇപ്പോൾ ആശ്രയിക്കുന്നത്? ഇവിടെ 36 വീടുണ്ട്. ഇതിനകത്ത് ഈ ഒരു പൈപ്പേ ഉള്ളൂ. അത് കഴിഞ്ഞ് വെളിയിൽ നിന്നും ആളുകൾ വന്നെടുക്കുകയാണ്. ഇത് ഇപ്പം ഇത്തിരി വോൾസാ വരണം, ചിലപ്പം കുറച്ചേ വരുള്ളൂ. വെളിയിൽ നിന്ന് ഒരുപാട് ആളുകൾ വരണം എടുക്കാൻ. വലിയ ബുദ്ധിമുട്ടായി മാറും. ബുദ്ധിമുട്ട് തന്നെ. 4 ദിവസമായില്ല. ഇത്രയും കാലം ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് വന്നത്. പക്ഷേ ഈ പൈപ്പെങ്കിലും ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് ചെമട്ട് വെള്ളമെങ്കിലും എടുത്ത് നമുക്ക് നമ്മളെ കാര്യങ്ങൾ നടക്കണം. ഈ പൈപ്പ് ഉള്ളതുകൊണ്ട്, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഈ ഇവിടെയുള്ള ഈ പൈപ്പ് ഈ 36 വീടുകളാണ് ഈ പരിസരത്തുള്ളത്. അവിടേക്കാണ് ഈ പുലർച്ചെ 2 മണിക്കൊക്കെ ഈ പൈപ്പിൽ, പക്ഷേ ഇപ്പോൾ കുറച്ച് ശക്തമായി വെള്ളം വരും. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ വേഗത കുറയുമെന്നാണ് പറയുന്നത്. ഇന്നാണ് അല്പമെങ്കിലും വേഗതയിൽ ഈ പൊതു ടാപ്പിൽ വെള്ളം എത്തിയത്. പക്ഷേ ഇവരൊക്കെ വലിയ ബുദ്ധിമുട്ടി. കാരണം വീടുകളിലേക്ക് കുറേ ദൂരം നടന്ന് വെള്ളം കൊണ്ടുപോകണം. ഇവരൊക്കെ ഞാൻ നേരത്തെ എത്തിയ സമയം മുതലേ വെള്ളം ഇങ്ങനെ ശേഖരിക്കുകയാണ്. ഇത് വീണ്ടും ഈ വെള്ളവും കിട്ടാതാകുമോ എന്ന ആശങ്ക ഇവർക്കൊക്കെയുണ്ട്. പ്രായമായ ആൾക്കാരൊക്കെയാണ്. അവർക്ക് വീടുകളിലേക്ക് വെള്ളം എത്തിക്കുക, അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. വാട്ടർ ടാങ്കിലും വെള്ളം എത്തിച്ചില്ല എന്നാണ് പറയുന്നത്. ഈ കുടിവെള്ളം 4 ദിവസമായി മുടങ്ങിയിട്ടും ഈ നഗരസഭയുടെ വാട്ടർ ടാങ്കിൽ കുടിവെള്ളം വിതരണം ചെയ്യാനുള്ള ഒരു നീക്കവും അധികൃതർ നടത്തിയില്ല എന്ന് പറയുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണാൻ പ്രായമേറിയ ആൾക്കാരൊക്കെ അവരുടെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാനുള്ള സമയമാണ്. ആ സമയത്ത് ഈ പൈപ്പിന് ചോട്ടിലേക്ക് വെള്ളമെടുക്കാൻ വരുന്ന കാഴ്ചയാണ്. വലിയ പ്രയാസമാണ്. 4 ദിവസം പൂർത്തിയാകുമ്പോൾ ഈ കുടിവെള്ള ക്ഷാമം ഇന്ന് തന്നെ പരിഹരിക്കപ്പെടുമെന്ന് അധികൃതർ പറയുന്നു. പക്ഷേ ഇവർക്കൊന്നും വിശ്വാസമില്ല. ഇവർ പറയുന്ന പരാതി ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അപ്പോൾ ഒരു സമാന്തരമായി കുടിവെള്ള വിതരണത്തിലുള്ള ഒരു ഏർപ്പാട് ചെയ്യേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് വാട്ടർ അടിയന്തരമായിട്ടൊരു അറ്റകുറ്റപ്പണി വരുമ്പോൾ അത് 2 ദിവസം നീണ്ടു നിൽക്കുമെന്ന് പറഞ്ഞാൽ 1 ദിവസം കൂടി മുൻകൂട്ടി കാണണം. അതിനല്ലേ ഉദ്യോഗസ്ഥന്മാർക്ക് അതിനുള്ള സാങ്കേതിക വൈദഗ്ധ്യമൊക്കെ വേണമല്ലോ. മാത്രമല്ല, അങ്ങനെ സാങ്കേതികമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മെനഞ്ഞാന്ന് മുതൽ തന്നെ സാധ്യമായ എല്ലാ ഇടങ്ങളിലേക്കും വാട്ടർ അതോറിറ്റിയുടെ വാഹനങ്ങൾ ഓടേണ്ടതാണ്, ടാങ്കർ ലോറികൾ ഓടേണ്ടതാണ്. 20 ടാങ്കറൊന്നും വെച്ചടിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ല. 44 വാർഡുകളിലുണ്ട്. 10,000 20,000-ഓളം വരുന്ന മനുഷ്യർക്കാണ്, കുടുംബാംഗങ്ങൾക്കാണ് ഇപ്പോൾ വെള്ളമില്ലാത്ത അവസ്ഥ എത്തിയിരിക്കുന്നത്. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, യഥാർത്ഥത്തിൽ വാൽവിൻ്റെ പണി ഉള്ളത് തന്നെയാണോ എന്ന് ട്രാവലിംഗ് ചോദിക്കുന്നു. ട്രാവലർ, നിങ്ങൾ ആ വാൽവ് ഒന്ന് കാണിച്ചു കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു. അരുൺ സോളമനും റോഷിപാലും തുടരുക. നമുക്ക് കൂടുതൽ